Hello guys, welcome back to my YouTube channel. എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നുണ്ടല്ലോ നല്ല മാങ്ങയും മുരിങ്ങക്കായൊക്കെ കിട്ടി. അത് മലേഷ്യയിലാണ് കേട്ടോ, ചക്കക്കുരു. അത് സ്പെഷ്യലായിട്ട് എടുത്ത് പറയണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഉണക്കമീനും ഉണ്ട്, ചക്കക്കുരു മുരിങ്ങക്കായ് മാങ്ങയൊക്കെ കിട്ടി. അപ്പൊ വിചാരിച്ചു ചക്കക്കുരു മുരിങ്ങക്കായ് മാങ്ങയും ഒക്കെ ഇട്ടിട്ടൊരു തേങ്ങ സിമ്പിൾ ആയിട്ടൊരു ഉണക്കമീൻ കറി വെക്കാന്ന് വിചാരിച്ചു. ഒരു കുന്ന് ഈച്ചയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് എന്നൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ സാധനം വെടിക്കുരു, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, മുരിങ്ങക്കായ, മാങ്ങ, സബോള, പിന്നെ ഉണക്കമീന്, തേങ്ങ. പിന്നെ ബാക്കി ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതെല്ലാം എടുത്ത് ഇത് വൃത്തിയാക്കി ഞാൻ വെച്ചേക്കുവാണ്. ചക്കക്കുരു ഒന്ന് മുറിച്ചിടണം. ബാക്കിയുള്ള ഈ സാധനങ്ങളൊക്കെ നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചതച്ചെടുക്കാം. പഴുത്ത മാങ്ങ കൊള്ളാം. എന്തായി ഇനി മാങ്ങ നിൽക്കുന്നുണ്ടോ അവിടെ? ഇതിട്ട് അറിയോ കല്ലായിപ്പ എന്നാ? കഴിച്ചു നോക്കും. മധുരമല്ലേ? സാരില്ല, ചെറിയ മധുരമൊക്കെ ഇരുന്നാൽ കുഴപ്പമില്ല. അറിയത്തില്ല, മുക്കാൽ മാസം ഏതോ വലിയ മീൻ്റെ ദശ ചെത്തിയെടുത്ത് ബാക്കി എല്ലും കഷ്ണങ്ങളെല്ലാം കൂടെ വെച്ചേക്കും കേട്ടോ. ഇതാണ് ഞങ്ങൾ ഉണക്കമീൻ. ആഹാ, എന്താ മണം! ഇത് മണം കഴിച്ചാൽ തന്നെ ഒരു പ്ലേറ്റ് ചോറുണ്ടോ? ഒരു പ്ലേറ്റില്ല, ഒരു കല. ഭയങ്കര എല്ലിന് കട്ടിയാ കേട്ടോ. അത് ക്ലീൻ ചെയ്താ കേട്ടോ, മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അരപ്പ് ഉണ്ടാക്കണം, തേങ്ങ അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് പൊടികൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ മുളക് പൊടി ഒരു 1, 2, 3, ഓക്കെ 4 സ്പൂൺ ഇടട്ടെ. എൻ്റെ ഇഷ്ടത്തിന് ഒരു അര സ്പൂൺ കൂടെ ഇടുക. എല്ലാം കൈക്കണക്കാണേ. ഇച്ചിരി മഞ്ഞപ്പൊടി. ഇപ്പൊ വീഡിയോ എടുക്കുന്നോണ്ടേ, ഇല്ലെങ്കിൽ ഞാൻ എന്റെ കൈപ്രയോഗം നടത്തിയത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് മീനൊക്കെ നമുക്ക് നല്ലപോലെ കഴുകി എടുക്കണം കേട്ടോ. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. പരിപാടിക്ക് ചീനച്ചട്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മിനിറ്റ് നമുക്ക് സാധനങ്ങളൊക്കെ ചേർത്ത് വെക്കാം. ഫസ്റ്റ് ചക്കക്കുരു, പിന്നെ സബോള, പിന്നെ നമ്മുടെ മാങ്ങ, മുരിങ്ങക്കായ എല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എളുപ്പപ്പണിയാണ് കേട്ടോ, നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിനകത്തോട്ട് ചേർക്കുക. പിന്നെ നമ്മുടെ മീൻകൂട്ടന്മാരെ എല്ലാം ഇതിനകത്തോട്ട് പിറക്കി അങ്ങ് ചേർക്കുക.
എന്നിട്ട് ദേ നമ്മുടെ അരപ്പുണ്ടല്ലോ, അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ദേ കുറച്ചുകൂടെ വെള്ളം ചേർക്കുക. മീനും മുരിങ്ങക്കായും ഒക്കെ ചക്കക്കുരു ഒക്കെ വേവണമല്ലോ, അതിനാവശ്യമായിട്ടുള്ള വെള്ളം എല്ലാം ചേർക്കുക. നമ്മൾ നന്നായിട്ട് ഒരു ഇച്ചിരി കൂടെ ചേർത്തേക്കാം. ഓക്കെ, ഇത്ര മതിയാവും. ഇതിന് ഞാൻ കടുക് താളിക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു സാധനം കൂടെ നിങ്ങൾ ചേർക്കണം, പച്ചമുളക്. പക്ഷെ എൻ്റെ ഈ പച്ചമുളക് തീർന്നു പോയതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേവിച്ചെടുക്കണം. ഓക്കെ, വരൂ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഒന്ന് ഇച്ചിരി തീ കൂട്ടി കൊടുക്കുക. തിളച്ചതിന് ശേഷം സിമ്മിലാക്കി വെക്കുക. ഓക്കെ, ഇനി അത് വെന്തതിന് ശേഷം കാണാം. നമ്മുടെ മീൻകറി റെഡി ആയിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല ഉടക്ക മീൻകറി കണ്ടപ്പോൾ തന്നെ കൊതിയാവുന്നു കേട്ടോ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കടുക് തളിച്ചൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ മതി. അപ്പം നമുക്ക് ഓഫ് ചെയ്തൊക്കെ ഇച്ചിരി ചാറൊക്കെ ഇരുന്നോട്ടെ. എന്നിട്ട് ഇച്ചിരി ചോറ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി കറിയൊക്കെ കഴിക്കാൻ അതോട്ട് വലിയ കഷ്ണമുള്ള വീട്. ആഹാ, നല്ല ടേസ്റ്റ് കേട്ടോ. ഇച്ചിരി ഉപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വല്യപ്പൻ മരിച്ചു പോയി. വല്യപ്പൻ്റെ ഫേവറേറ്റ് സാധനമായിരുന്നു ഉണക്കമീനും അതുപോലെ മുരിങ്ങക്കായും മാങ്ങയിട്ടിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ചെമ്മീനും വയ്ക്കാറുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് നാട്ടിൽ ഇതൊക്കെ കിട്ടുമല്ലോ, ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എന്തായാലും ഇഷ്ടപ്പെടുമെങ്കിൽ കൊതി വന്നിട്ട് പാടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിച്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ എടുക്കണം. ബൈ, സീ യു.